ഒരിക്കൽ എല്ലാ മൃഗങ്ങളും ഒരിടത്ത് ഒത്തുകൂടി സന്തോഷമായി കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൽ സിംഹരാജാവും ഉണ്ടായിരുന്നു. ആ സമയത്ത് മിങ്കു എന്നൊരു കരടി ഒരുപാട് പേടിച്ച് സിംഹരാജാവിന്റെ അടുത്തേക്ക് വന്നു. സിംഹരാജാവേ, സിംഹരാജാവേ, നമ്മുടെ കാടിന് വലിയ ആപത്ത് വന്നിരിക്കുന്നു. അപ്പോൾ മോണ്ടുകുരങ്ങ് അടുത്തേക്ക് വന്നു. എന്നോട് പറ, ആ ആപത്ത് ഞാൻ ശരിയാക്കാം. അപ്പോൾ സിംഹരാജാവ് ഒരുപാട് ദേഷ്യത്തോടെ മോണ്ടുവിനെ തള്ളി താഴെയിട്ടിട്ട് പറഞ്ഞു, അമ്മേ, നീ മിണ്ടാതിരിക്കുമ്പോണ്ട് മിങ്കു കരടി എന്തു പറ്റി? ഞാനൊരു ബ്ലൂ ഡ്രാഗൺ ആകാശത്തിൽ പറക്കുന്നത് കണ്ടു. വായിൽ നിന്നും അത് തീ തുപ്പിക്കൊണ്ടേയിരുന്നു. അത് കാട്ടിൽ ഒരുപാട് സ്ഥലത്തിൽ തീ കത്തിച്ചു. എന്താ പറഞ്ഞത്? തീ കത്തിക്കുന്നെന്നോ? നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ അവിടെ പോകാം. അങ്ങനെ പറഞ്ഞ സിംഹരാജാവ് എല്ലാ മൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോയി. എവിടെയാണോ തീ കത്തുന്നത് അതേ സ്ഥലത്തിലേക്ക്. തൊട്ടടുത്ത് തന്നെ കുളമുണ്ടായിരുന്നു. ആനകളെല്ലാം തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് അതിനുശേഷം വന്ന് ആ തീ വെള്ളമൊഴിച്ച് കെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരം കഷ്ടപ്പെട്ടതിനു ശേഷം കത്തിയ എല്ലാ തീയും അവർ കെടുത്തി. എല്ലാവരും മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ ബ്ലൂ ഡ്രാഗൺ പറന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. അത് എല്ലാ മൃഗങ്ങൾക്കു നേരെയും വായ തുറന്ന് തീ തുപ്പിക്കൊണ്ടേയിരുന്നു. മൃഗങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടോടി. എന്നാൽ തീ വീഴുന്ന സ്ഥലമെല്ലാം കത്താൻ തുടങ്ങി. എവിടേക്കും നിങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റില്ല. അത് താഴെ വന്ന് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. നിനക്കെന്ത് ധൈര്യമാണ് ഞങ്ങളുടെ കാട്ടിൽ തീ കത്തിക്കുന്നു നീ? അപ്പോൾ അത് വീണ്ടും കുറച്ച് തീ തുപ്പിയ ഉടനെ മോണ്ടുകുരങ്ങന്റെ വാലിൽ പോയി കത്തി. അയ്യോ, തീ! അത് അവിടെയും ഇവിടെയും ഓടാൻ തുടങ്ങി. പിന്നെ അതിന്റെ വാല് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി. എന്തൊരാശ്വാസം! ആരാണ് നീ? ഞങ്ങളുടെ കാട് എന്തിനാണ് നീ നശിപ്പിക്കുന്നത്? എല്ലാവരെയും ഞാൻ നശിപ്പിക്കും. ഈ കാടിന് എനിക്ക് ഭരിക്കണം, അതുപോലെ നിങ്ങളെ എല്ലാവരെയും. അത് വീണ്ടും അതിന്റെ വായിൽ നിന്നും തീ തുപ്പി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഓരോരുത്തരായി എന്റെ ഭക്ഷണമായി മാറാൻ പോകുന്നു. ഓരോ ദിവസവും ഓരോ മൃഗം. അങ്ങനെ പറഞ്ഞ് അത് അതിന്റെ വായിൽ നിന്നും തീമഴ പൊഴിക്കാൻ തുടങ്ങി. എന്തു ചെയ്യും സിംഹരാജാവേ? ഇതിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ പോരാടണം, അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാട് നശിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. അതിനു പകരം ഞാൻ പോരാടി മരിക്കാം. സിംഹരാജാവ് അങ്ങനെ പറയുന്നത് കേട്ട് എല്ലാ മൃഗങ്ങളും ഒരുപാട് വിഷമിച്ചു. അടുത്ത ദിവസം രാവിലെ വീണ്ടും പച്ച നിറത്തിലുള്ള ഒരു ഡ്രാഗൺ പറക്കുന്നത് അവർ കണ്ടു. എല്ലാവരും അതിനെ കണ്ട് അവിടെയും ഇവിടെയും ഓടി. അത് താഴെ ഇറങ്ങിയപ്പോൾ എല്ലാവരും പേടിയോടെ തന്നെ അതിനെ നോക്കി. നീ ആരാണ്? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ ഗ്രീൻ ഡ്രാഗൺ. എന്നെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. എനിക്ക് അറിയാം, നിങ്ങളെ ബ്ലൂ ഡ്രാഗൺ ശല്യം ചെയ്യുന്നില്ലേ? അതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. അതിന്റെ ശാന്തതയോടുള്ള സംസാരം കേട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ കരടിയും സന്തോഷിച്ചു. ഇനി അവർക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന്. അന്ന് വൈകുന്നേര സമയം വീണ്ടും നീല നിറത്തിലുള്ള ഡ്രാഗൺ അവിടെ വന്നു. കാറ്റിൽ പറന്നു വന്ന് ആ ബ്ലൂ ഡ്രാഗനെ എല്ലാവരും കണ്ടു. രക്ഷിക്കൂ, ഡ്രാഗൺ വരുന്നു, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ! അത് ഭയാനകരമായി ചിരിച്ച് അവിടെയും ഇവിടെയും തീ തുപ്പിക്കൊണ്ടേയിരുന്നു. വീണ്ടും നീ ഈ കാട് നശിപ്പിക്കാൻ തിരിച്ചു വന്നോ? എന്തിനാ ഞങ്ങളെ ശല്യം ചെയ്യുന്നത്? നീ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. മര്യാദയ്ക്ക് പൊക്കോ. ഞാൻ മരണത്തെ പേടിക്കുന്നില്ല. നിന്നെ പോലെ ഒരു മൃഗത്തെ കൊണ്ട് ഞാൻ ഓടിപ്പോവില്ല. അങ്ങനെയാണോ? ഇതാ! ഇങ്ങനെ പറഞ്ഞ് ആ നീല ഡ്രാഗൺ തീ സിംഹത്തിന് നേരെ തുപ്പി. അപ്പോൾ സിംഹത്തിന്റെ മുമ്പിൽ ആ പച്ചനിറ ഡ്രാഗൺ വന്ന് അതിന്റെ വായിലെത്തി ബ്ലൂ ഡ്രാഗന് നേരെ തുപ്പി. രണ്ട് തീയും തമ്മിൽ ഇടിച്ച് മാഞ്ഞു. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ കാടിനെ രക്ഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ നിന്നും നീ പോയേക്ക്. ഓഹോ, ആദ്യം നിന്നെ എന്ത് ചെയ്യുന്നെന്ന് കണ്ടോ? അങ്ങനെ പറഞ്ഞ് അത് വീണ്ടും അതിന്റെ വായിൽ നിന്നും തീ തുപ്പി. ആ തീ
പച്ച ഡ്രാഗന്റെ മുകളിൽ വീണതും അത് ദൂരെ പോയി വീണു. ഇനിയും സമയമുണ്ട്, ഇവിടെ നിന്ന് പോയേക്ക്. ഞാൻ തോൽവി സമ്മതിക്കുകയില്ല. അങ്ങനെ പറഞ്ഞ ഗ്രീൻ ഡ്രാഗൺ 3 തീപ്പന്ത് ബ്ലൂ ഡ്രാഗന് നേരെ എറിഞ്ഞു. അതുകൊണ്ട് ബ്ലൂ ഡ്രാഗനും ദൂരെ പോയി വീണു. ഗ്രീൻ ഡ്രാഗൺ ഒരു മരം പിഴുതെടുത്ത് അതിൽ തീ കത്തിച്ചു. പിന്നെ ആ മരം എടുത്ത് ബ്ലൂ ഡ്രാഗന് നേരെ എറിഞ്ഞു. അത് വലിയ ഒരു മരമാണ്. ബ്ലൂ ഡ്രാഗൺ ആ മരത്തിനടിയിൽ പെട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഒരുപാട് സമയം കഴിഞ്ഞ് അത് എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ അതിപ്പോൾ ഒരുപാട് ക്ഷീണിച്ചിരുന്നു. അതിനി തിരിച്ചടിക്കാനേ പറ്റില്ല. അത് അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ടേ പറന്നുപോയി. എല്ലാ മൃഗങ്ങളും അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. നിങ്ങളിന്ന് എന്റെ കാട് നശിക്കുന്നത് തടഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എല്ലാ മൃഗങ്ങളും നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അല്ല അല്ല, ഇത് എന്റെ കടമയാണ്. ഞാനിപ്പോൾ പോയിട്ട് വരാം. നീ അങ്ങനെ പോകാൻ പാടില്ല ഗ്രീൻ ഡ്രാഗൺ. കുറച്ചു ദിവസം നീ ഇവിടെ താമസിക്ക്. അതെ ഗ്രീൻ ഡ്രാഗൺ, നിങ്ങൾ ഞങ്ങളുടെ കാട്ടിൽ താമസിച്ച് ഞങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. എന്നാലേ ഞങ്ങൾ സന്തോഷിക്കൂ. ശരി, ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ പറയുന്നു. ശരി, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാം. ഇനി ഒരുപക്ഷെ ബ്ലൂ ഡ്രാഗൺ വീണ്ടും തിരിച്ചു വന്നാൽ അതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഗ്രീൻ ഡ്രാഗൺ കുറച്ചുനാൾ കാട്ടിൽ തന്നെ ജീവിച്ചു. എല്ലാ മൃഗങ്ങളോടും ചേർന്ന് സന്തോഷിച്ചു. എന്നാൽ അത് ഒരുപാട് സമയവും മിങ്കു ബാലുവിന്റെ കൂടെ ആയിരുന്നു. മീങ്കു കരടി, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ശക്തി അംഗീകരിച്ച് ഈ കാട് തന്നെ നമുക്ക് സംരക്ഷിക്കാം. അതെങ്ങനെ പറ്റും ഗ്രീൻ ഡ്രാഗൺ? നിങ്ങളുടെ ഈ കാട്ടിൽ ഒരു രഹസ്യ തുരങ്കമുണ്ട്. അവിടെ മാന്ത്രിക വിളക്കുമുണ്ട്. അത് നിങ്ങൾ കൈക്കലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെയും ഈ കാടിന്റെയും എല്ലാ കഷ്ടപ്പാടും അകറ്റാൻ പറ്റും. ഓ അതെയോ? എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ വിളക്ക് കൈക്കലാക്കിയില്ല? ആ വിളക്ക് ഡ്രാഗനെ തൊടാനേ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മാന്ത്രിക വിളക്കോ? അത് ഞാൻ കൈക്കലാക്കി ലോകത്തിലെ ശക്തിശാലിയായി മാറാൻ പോകുന്നു. ശരി ഗ്രീൻ ഡ്രാഗൺ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ തുരങ്കത്തിൽ നിന്നും എടുത്ത് കാടിന്റെ നല്ലതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കാം. വളരെ നല്ല കാര്യം. ഇന്ന് വൈകുന്നേരം ഞാൻ എന്നോടൊപ്പം നിന്നെയും കൊണ്ടുപോകാം. അതിനുശേഷം ആ ഗ്രീൻ ഡ്രാഗൺ ഒരു മലയ്ക്ക് നേരെ പറന്നുപോയി. അവിടെ ബ്ലൂ ഡ്രാഗൺ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവർ ജ്യേഷ്ഠനുജന്മാരായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് നാടകം കളിച്ചതാണ്. അപ്പോഴേ മൃഗങ്ങളെല്ലാവരും ആ ഗ്രീൻ ഡ്രാഗനെ വിശ്വസിക്കുകയുള്ളൂ എന്ന്. നമ്മുടെ പ്ലാനൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു ചേട്ടാ. എല്ലാ മൃഗങ്ങളും ഞാനൊരു നല്ലവനാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി മിങ്കു കരടിയോടൊപ്പം ആ മാന്ത്രിക വിളക്ക് ഞാൻ കൈക്കലാക്കും. അത് കൈക്കലാക്കാനല്ലേ നമ്മൾ ഈ ഡ്രാമയെല്ലാം കളിച്ചത്. അടുത്ത ദിവസം മോണ്ടുകുരങ്ങ് ആദ്യം മുതലേ മിങ്കു കരടിയുടെ വീടിനടുത്ത് വന്ന് അതിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ മാന്ത്രിക വിളക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഈ ഗ്രീൻ ഡ്രാഗൺ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? അത് കണ്ടെത്താൻ ഇതിന്റെ പിന്നാലെ പോയേ പറ്റൂ. കുറച്ചു നേരത്തിന് ശേഷം ഗ്രീൻ ഡ്രാഗൺ മിങ്കു കരടിയുടെ വീട്ടിൽ വന്നു. വാ മിങ്കു ബാലു, നിന്നെ ഞാൻ ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഒരു തുരങ്കമുണ്ട്. ഓ വരൂ, പോകാം. ഗ്രീൻ ഡ്രാഗൺ കരടിയെ മലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മോണ്ടുകുരങ്ങ് ആരുമറിയാതെ അവരുടെ പിന്നാലെ പോയി. 1 മണിക്കൂർ നടന്നതിന് ശേഷം അവരൊരു സ്ഥലത്തെത്തി. അവിടെ 2 ആൽമരം കുറച്ച് അടുത്തടുത്തായി ഉണ്ടായിരുന്നു. മിങ്കു കുരങ്ങേ, ഈ 2 മരത്തിൽ നിന്ന് ഓരോരോ ഇലകൾ കൊണ്ടുവാ. അത് കേട്ട് മിങ്കു കരടി ആ മരത്തിൽ കയറി ഓരോ ഇലകളായി പറിച്ച് അതിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ഈ 2 ഇലയും തറയിൽ വെക്ക്. കൈകൊണ്ട് നിന്റെ കണ്ണ് അടച്ചോളൂ. അത് കേട്ട് മിങ്കു കരടിയും അങ്ങനെ തന്നെ ചെയ്തു. ഭൂമിയിൽ എവിടെയാണോ ഇല വെച്ചിരുന്നത് അവിടെ വെടിച്ചു കീറാൻ തുടങ്ങി. അപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു വാതിലും വന്നു.
മിങ്കുക്കരടി കണ്ണുകൾ തുറന്നതും മുമ്പിലുണ്ടായിരുന്ന എല്ലാം കണ്ട് അതിനത് വിശ്വസിക്കാനേ പറ്റിയില്ല. ഓ കൊള്ളാമല്ലോ, ഇതുപോലെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മിങ്കു, നീ ഇതിന്റെ അകത്തേക്ക് പോ. ഇതിന്റെ അകത്തേക്ക് പോയാൽ നിനക്ക് ആ മാന്ത്രിക വിളക്ക് കാണാൻ പറ്റും. അതിന്റെ വാക്ക് കേട്ട് മിങ്കു പടിയിലൂടെ താഴേക്കിറങ്ങി. എന്നാൽ അത് ഓരോ പടികളായി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലുണ്ടായിരുന്ന ഓരോ പടികളായി മാഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഒളിച്ചിരുന്ന മോണ്ടുകുരങ്ങ് വളരെ വേഗത്തിൽ അവിടെ വന്നു. നിൽക്ക് മിങ്കുപാലു, ഞാനും വരാം. വേണ്ട. മോണ്ടുകുരങ്ങ് മുകളിൽ നിന്നും താഴേക്ക് ചാടി തറയിൽ ഠമാറെന്ന് വീണു. അയ്യോ അമ്മ, ഇവിടെ പടിയില്ലായിരുന്നോ? അത് കണ്ട് മിങ്കുകുരങ്ങ് അത്ഭുതപ്പെട്ടു. എടാ മോണ്ടു, നീ എങ്ങനെ ഇവിടെ? നിന്നെ സഹായിക്കാനാണ് ഞാനിവിടെ വന്നത്. ഗ്രീൻ ഡ്രാഗൺ ഇവിടെ നിന്ന് മേടി മാഞ്ഞു പോയല്ലോ. ഇപ്പോൾ മുകളിൽ എങ്ങനെ വരും? നിങ്ങൾ വിഷമിക്കണ്ട. ആ വിളക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പടിയെല്ലാം തിരികെ വന്നോളും. പോകൂ, മുൻപോട്ട് പോകൂ. ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ ഡ്രാഗൻ എന്തോ ഒരു പന്തികേടുണ്ട്. ശരി, നമുക്ക് മുൻപിലേക്ക് പോകാം. ഇത് സത്യം പറയുന്നോ അല്ലെങ്കിൽ കളിക്ക് പറയുകയാണോന്ന് പോയി നോക്കാം. മിങ്കുക്കരടിയും മോണ്ടുകുരങ്ങും മുൻപിലേക്ക് നടന്നുപോയി. അവിടെ അവർ കണ്ടത് വളരെ മനോഹരമായിരുന്നു. തറയിൽ വെള്ളി നാണയവും സ്വർണ്ണ നാണയവും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മോണ്ടു കണ്ടു അവിടെ ഒരു സുന്ദരിയായ പെൺകുരങ്ങ് നിൽക്കുന്നത്. എത്ര സുന്ദരിയായ ഒരു കുരങ്ങ്. മോണ്ടു, അത് മായാജാലമായിരിക്കാം, അതിൽ നോക്കണ്ട. എന്നാൽ കരടി പറഞ്ഞത് കേൾക്കാതെ മോണ്ടുകുരങ്ങ് വേഗത്തിൽ ആ പെൺകുരങ്ങിന്റെ അടുത്തേക്ക് പോയി അതിന്റെ ദേഹത്ത് കൈവച്ചത് മാഞ്ഞുപോയി. മോണ്ടുവും തറയിൽ വീണു. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അത് മായാജാലമായിരിക്കാമെന്ന്. എങ്ങനെയാടാ പെട്ടെന്ന് മാഞ്ഞു പോയത്? അവർ രണ്ടുപേരും വീണ്ടും അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ കല്ലിന്റെ മുകളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന വിളക്കവർ കണ്ടു. യെസ്, നമ്മൾ വിളക്ക് കണ്ടെത്തി. മോണ്ടുകുരങ്ങ് വേഗത്തിൽ വിളക്കിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടേക്ക് ഒരു വലിയ ആനയും വന്നു. ഈ വിളക്ക് നിങ്ങൾ എടുക്കുന്നതിനു മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. ചോദിച്ചോളൂ. കഴുത്തില്ലാത്ത മൃഗം വെള്ളമുണ്ടെങ്കിലും വെള്ളം കുടിക്കില്ല. പറയേ, അത് ഏത് മൃഗമാണ്? വാലുമില്ല, മുടിയുമില്ല. ഇത് വളരെ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. മോണ്ടുകുരങ്ങ് കുറച്ചുനേരം ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഉത്തരം പാമ്പ്. അങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങ് ആ വിളക്കിൽ കൈവച്ച ഉടനെ പെട്ടെന്ന് മോണ്ടുവിന് കറണ്ട് ഷോക്ക് അടിച്ചു. അപ്പോൾ അത് ദൂരേക്കും പോയി വീണു. കഴുത്തുമില്ല, വാലുമില്ല, അങ്ങനെ ഏത് മൃഗമാണുള്ളത്? അതിന്റെ ഉത്തരം തവള. അങ്ങനെ പറഞ്ഞ് കരടി ആ വിളക്കിൽ തൊട്ടു. എന്നാൽ കരടിക്കൊന്നും പറ്റിയില്ല. നിന്റെ ഉത്തരം ശരിയായിരുന്നു മിങ്കു. ഈ മാന്ത്രിക വിളക്ക് ഇനി നിന്റെ സ്വന്തമാണ്. അങ്ങനെ പറഞ്ഞ് ആന മാഞ്ഞുപോയി. ആ മന്ത്രവിളക്കിൽ എന്തുകൊണ്ടാ ഷോക്ക് അടിച്ചത്? ഞാൻ പറഞ്ഞതും ശരിയല്ലേ? ശരി, വാ, അവിടെ പോയി സംസാരിക്കാം. രണ്ടുപേരും ആ വിളക്കുമെടുത്ത് ആ തുരങ്കത്തിന്റെ പാതയിലെത്തി. ഗ്രീൻ ഡ്രാഗൺ, ഞങ്ങൾക്ക് ആ വിളക്ക് കിട്ടി. മിങ്കുവിന്റെ കയ്യിലെ ആ മാന്ത്രിക വിളക്ക് കണ്ട ഉടനെ ഗ്രീൻ ഡ്രാഗന്റെ കണ്ണിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. എടുത്തുകൊണ്ട് വരൂ, വേഗം അത് മുകളിലേക്ക് വലിച്ചെറിയൂ. ഞങ്ങൾ ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് നിങ്ങളുടെ കയ്യിൽ തരാം. ആദ്യം ഞങ്ങളെ പുറത്തെടുക്കൂ. നിങ്ങളുടെ കയ്യിൽ തന്നാൽ പടി എങ്ങനെ ഞങ്ങൾ തിരികെ കൊണ്ടുവരുമാ? അതെല്ലാം ഞാൻ ചെയ്തോളാം. വേഗം നിങ്ങൾ ആ വിളക്ക് എനിക്ക് നേരെ വലിച്ചെറിയൂ. ഇല്ല, ആദ്യം ഞങ്ങളെ ഇവിടെ നിന്നും പുറത്തെടുക്ക്. മര്യാദയ്ക്ക് ആ വിളക്ക് എനിക്ക് തന്നേക്കൂ. ആ വിളക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കാട് എല്ലാം ഞാൻ കത്തിച്ചു കളയും. സംശയം സത്യമായി. എന്തോ ഒരു ഉദ്ദേശം കൊണ്ടാണ് നീ ഈ കാട് സംരക്ഷിച്ചത്. ഇത് കേട്ട് ഗ്രീൻ ഡ്രാഗന് ദേഷ്യവും വന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കണ്ടോളൂ ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ ഗ്രീൻ ഡ്രാഗൻ ഒരുപാട് ദേഷ്യത്തോടെ അവിടെ നിന്നും പറന്നുപോയി. അയ്യോ, അത് നമ്മുടെ കാട് നശിപ്പിക്കുമോ? ഇവിടെ നിന്നും എങ്ങനെ പോകും? ഡോൺ വറി, നമ്മളുടെ കയ്യിലെ മാന്ത്രിക വിളക്കില്ലേ?
അങ്ങനെ പറഞ്ഞു മോണ്ടുകുരങ്ങ് വിളക്കിൽ പിടിച്ചു പറഞ്ഞു. മാന്ത്രിക വിളക്കെ ഞങ്ങളെ വെളിയിലേക്ക് കൊണ്ടുപോ. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വിളക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ വിളക്കിന് വേണ്ടി ആ ഗ്രീൻ ഡ്രാഗൺ എന്തിനു വേണ്ടി ഈ നാടകം കളിക്കണം? പറയൂ. മിങ്കു കരടി ആ വിളക്കിൽ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അതിലെന്തോ എഴുതിയിട്ടുണ്ട്. എന്നാൽ വിളക്കിൽ ഇപ്പോൾ മണ്ണായിരുന്നു. അതുകൊണ്ട് ശരിക്കും അതിന് വായിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. ആ വിളക്കിൽ എന്താ ഉള്ളത്? അത് വായിക്കാൻ വേണ്ടി മിങ്കു അതിന്റെ മുകളിലുള്ള പൊടി തട്ടി. അപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ ആ വിളക്ക് സ്വർണ്ണ നിറത്തിൽ ജ്വലിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിരി ശബ്ദവും കേട്ടു. അയ്യോ, എന്താ ഇത്? അപ്പോൾ വിളക്കിൽ നിന്നും ഒരു പുക വെളിയിലേക്ക് വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ആ പുക ഒരു ജീനിയായി മാറി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്നു, എന്താണ് എന്റെ യജമാനന്റെ ഉത്തരവ്? മോങ്കുക്കുരുങ്ങനും മിങ്കുക്കരടിയും അത്ഭുതത്തോടെ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ ബധിരരാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ആഗ്രഹങ്ങൾ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ കേൾവി ശക്തി സുഖപ്പെടുത്താം. ഇത് എന്ത് തരം മൃഗമാണ്? എന്തു പറഞ്ഞു? മൃഗമെന്നോ? ഇവന്മാർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോടെല്ലാം ശരിയായി വിശദീകരിക്കാം. ഞാൻ ഒരു ജിന്നാണ്. ഞാൻ ഈ വിളക്കിനുള്ളിലാണ് താമസിക്കുന്നത്. ആരാണോ എന്നെ വിളക്കിനുള്ളിൽ നിന്നും വിളക്കുരസി പുറത്തെത്തിക്കുന്നത് അവർക്ക് ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊടുക്കും. ഓ, അതുകൊണ്ടാണല്ലേ ആ ഗ്രീൻ ഡ്രാഗൺ ഇത് കിട്ടണം എന്ന് വന്ന് വാശി പിടിച്ചത്. നിനക്ക് ഞങ്ങളെ ഈ ഗുഹയിൽ നിന്നൊന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത്ര ചെറിയൊരു ആഗ്രഹം ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു ജിന്നിനെ അപമാനിക്കുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ജിന്ന് കാറ്റത്ത് കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും തറയിൽ നിന്ന് നല്ല പടികൾ മേളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രണ്ടുപേർക്കും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ ഈ തുരങ്കത്തിൽ നിന്ന് 3 പേരും പുറത്തോട്ട് വന്നു. അവര് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ ഭൂമി ഒരുമിക്കുകയും ചെയ്തു. അങ്ങനെ ആ തുരങ്കത്തിന്റെ വാതിൽ അടഞ്ഞുപോയി. യജമാനൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സബലീകരിച്ചിരിക്കുന്നു. ഇനി ഞാൻ പോകുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജിന്ന് നേരെ വിളക്കിന്റെ അകത്തോട്ട് പോയി. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജിന്ന് ഒരു പ്രാവശ്യം ഒരു ആഗ്രഹമേ സാധിച്ചു തരുള്ളൂ. അതെ, ഇനി എനിക്ക് തായത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മോണ്ടു കുരങ്ങൻ മിങ്കു കരടിയിൽ നിന്നും ആ വിളക്ക് കയ്യിലെടുത്തു. എന്നിട്ട് അവൻ തടവിക്കൊണ്ടേയിരുന്നു. ആ വിളക്കിൽ നിന്നും ജിൻ പുറത്തോട്ട് വന്നു. എന്താഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് യജമാനൻ? ജിൻ, എന്റെ ശരീരത്തെ ഒരു മാന്ത്രികം ചെയ്യണം. എനിക്ക് ഒരു രീതിയിലും തീ കൊള്ളാൻ പാടില്ലാത്ത മാന്ത്രികം. ജിൻ അങ്ങനെ മോണ്ടു കുരങ്ങന്റെ തലയിൽ കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും ആ വിളക്കിന്റെ അകത്തോട്ട് പോയി. എനിക്കിപ്പോ നല്ല ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. യെസ്! മോണ്ടു കുരങ്ങൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. അവന്റെ കൈ കൊണ്ട് ആ വിളക്ക് നേരെ വെള്ളത്തിന്റെ അകത്തോട്ട് പോയി. മോണ്ടു കുരങ്ങ, നീ ഇതെന്താണ് ചെയ്തത്? അയ്യോ എടാ, അറിയാണ്ട് പറ്റിപ്പോയതാണ്. നമുക്കാണെങ്കിൽ സമയം പോലുമില്ല ഇവിടെ തന്നെ നിന്നോണ്ടിരിക്കാന്. നീ ഇത് വെള്ളത്തിൽ നിന്നും എടുക്കാനുള്ള പണി നോക്കാം. ഞാൻ ആ സമയം കൊണ്ട് ആ 3 ഡ്രാഗൺസിന് ഒരു പണി കൊടുക്കണ വല്ല കാര്യം നോക്കട്ടെ. മോണ്ടു കുരങ്ങൻ അവിടെ നിന്ന് പോയി. മിങ്കു കരടി ആ വെള്ളത്തിൽ നിന്നും ഇതെടുക്കാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്താണെങ്കിൽ ഗ്രീൻ ഡ്രാഗനും ബ്ലൂ ഡ്രാഗനും കൂടി കാട്ടിലെ എല്ലാ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നു. ഗ്രീൻ ഡ്രാഗൺ, നീ ഞങ്ങളെ ഈ ബ്ലൂ ഡ്രാഗണിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഞങ്ങളുടെ ഈ കാട് എന്തിനാണ് നശിപ്പിക്കുന്നത്? നിങ്ങളുടെ മരണസമയം അടുത്തെത്തിക്കഴിഞ്ഞു. മരിക്കേണ്ട സമയം ഞങ്ങളുടെയല്ല, നിങ്ങളുടെയാണ് ആവുന്നത് ഗ്രീൻ ഡ്രാഗൺ. വീരനാവാൻ ശ്രമിക്കുന്ന ഈ വിഡ്ഢിയെ അവരെന്തായാലും ഇന്ന് കൊന്നുകളയും. നീ ഞങ്ങൾ രണ്ടുപേരെയും കൊല്ലുമെന്നോ? നീ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗ്രീൻ ഡ്രാഗൺ വാ കൊണ്ട് ഒരു തീയിന്റെ കോളം അങ്ങ് വിട്ടു. അത് വിട്ടിട്ട് പക്ഷെ മോണ്ടു കുരങ്ങന്റെ ശരീരത്ത് ഒരു കുഴപ്പവും വന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തീകോളങ്ങളെ ഐസ് കട്ട പോലെ ആയിപ്പോയെന്ന്. ഇത് കേട്ടതോടെ 2 ഡ്രാഗൺസും ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് മോണ്ടു കുരങ്ങനെതിരായിട്ട് 2 പേരും അങ്ങോട്ടിങ്ങോട്ടും വട്ടം ചുറ്റി നിന്നു. മോണ്ടു കുരങ്ങൻ ഗ്രീൻ ഡ്രാഗന് നല്ലൊരു ഇടി അങ്ങ് വെച്ചുകൊടുത്തു. പക്ഷെ അവന് ഒരു കുഴപ്പവും വന്നില്ല. ഒരു വശത്തുനിന്ന് ഗ്രീൻ ഡ്രാഗൻ അവനെ അങ്ങ് പിടിച്ചു. അപ്പുറത്തുനിന്നാണെങ്കിൽ ബ്ലൂ ഡ്രാഗനും പിടിച്ചു.
എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ബോളിനെ എറിയുന്ന പോലെ തന്നെ അവനെ ഇങ്ങനെ എറിഞ്ഞോണ്ടിരുന്നു. അയ്യോ അയ്യോ, എന്നെ രക്ഷപ്പെടുത്തണേ, ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് തല കറങ്ങുന്നേ. എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർത്ത് അവന് ഒരു വിടലങ്ങ് വിട്ടു. അവൻ നേരെ ചെന്ന് വീണതോ സിംഹത്തിന്റെ മുമ്പിലായിരുന്നു. എന്തേ നിന്റെ ഹീറോയിസം എല്ലാം തീർന്നു പോയോ? സിംഹം സ്വന്തം ജീവൻ പോലും നോക്കാതെ രണ്ടുപേരുടെ മുമ്പിലോട്ട് അങ്ങ് കടന്നങ്ങ് പോയി. രണ്ടുപേരും കൂടെ ചേർന്ന് വാ കൊണ്ട് തീഗോളങ്ങൾ സിംഹത്തിന്റെ നേർക്ക് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ തീന്റെ ഗോളങ്ങൾ നോക്കുമ്പോൾ ഐസിന്റെ ഗോളങ്ങളായിട്ട് ഭൂമിയിലോട്ട് വീഴുന്നു. നമുക്കിതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളുടെ തീഗോളങ്ങൾ ഐസ് കട്ട പോലെ ആയെന്ന്. നിന്റെ കളികളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഗ്രീൻ ഡ്രാഗൺ. എല്ലാരും നോക്കുമ്പോ മിങ്കു കരടി ആ ജിന്നിനെയും കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എത്തി. അതുപോലെ അവന്റെ കയ്യിൽ മാന്ത്രിക വിളക്കും ഉണ്ടായിരുന്നു. മിങ്കു ബാലു, മാന്ത്രിക വിളക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? തരൂ എന്റെ കുഞ്ഞെ, അതിനെ എനിക്ക് തരൂ. ഞങ്ങൾ നിങ്ങളുടെ ഈ കാട് വിട്ട് തന്നെ പൊയ്ക്കോളാം. എന്റെ പൊന്നുമോനല്ലേ, തരൂ. ജിൻ, ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ശിക്ഷ കൊടുക്കണം. ഇനി ഒരിക്കലും ഇവർ ഈ കാട്ടിലോട്ട് വരാനുള്ള ധൈര്യം കാണിക്കരുത്. ആഗ്രഹം പറഞ്ഞാൽ യജമാനൻ. ഇത് പറഞ്ഞത് കൊണ്ട് ജിൻ അവരുടെ അടുത്തോട്ട് പോയി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അഗ്നിഗോളങ്ങൾ വളരെ ഇഷ്ടമാണല്ലേ? പിടിച്ചോളൂ, എന്റെ കയ്യിലുണ്ട് ഒരു സ്പെഷ്യൽ അഗ്നിഗോളം. ഇങ്ങനെ പറഞ്ഞിട്ട് ജിന്നു സ്വന്തം മാന്ത്രികം വെച്ച് വലിയൊരു തീഗോളം ഉണ്ടാക്കി നേരെ അവരിൽ എറിഞ്ഞു. അവർ രണ്ടരത് ചിറകിൽ തീ പിടിച്ചു. അവർ രണ്ടർ പിടയ്ക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നേ. എന്തേ ഇപ്പൊ മനസ്സിലായോ തീന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്? രണ്ടുപേരും ചിറക് കത്തിക്കരിഞ്ഞു പോയി. അവർ രണ്ടുപേർക്ക് ഇനി പറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ജിന്നാണെങ്കിൽ സ്വന്തം മാന്ത്രികം ഉപയോഗിച്ച് ഒരു കയറ് വെച്ച് അവർ രണ്ടുപേരെ കൈ അങ്ങ് കെട്ടിയിട്ടു. പ്രിയപ്പെട്ട മൃഗങ്ങളെ, ഇനി നിങ്ങളെല്ലാവരും ഇവരോടുള്ള ദേഷ്യം തീർത്തോളൂ. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ഇവരെല്ലാം അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. എന്റെ അമ്മച്ചിയെ, അയ്യോ, ഞങ്ങൾ പോവാണ് പ്രിയപ്പെട്ട മൃഗങ്ങളെ. എല്ലാ മൃഗങ്ങളും നല്ല രീതിയിൽ അവരെ അടിച്ചു. അവര് രണ്ടുപേരും പെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പറയൂ ഗ്രീൻ ആൻഡ് ബ്ലൂ ഡ്രാഗൺ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നോ അല്ലെങ്കിൽ ഇനിയും പണി വേണോ നിങ്ങൾക്ക്? വേണ്ട, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇങ്ങനെ പറഞ്ഞ് അവര് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി. അവരിങ്ങനെയല്ല പോവേണ്ടിയിരുന്നത്. അവർ തീ കൊണ്ടുള്ള ഗോളങ്ങളല്ലേ ആഗ്രഹിച്ചത്. നിങ്ങൾ മഞ്ഞുകൊണ്ടുള്ള ഗോളങ്ങൾ അവർക്ക് കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ജിന്ന് നല്ലൊരു മാന്ത്രികം ചെയ്തോടെ അപ്പോഴത്തേക്കും ഭൂമിയിൽ കുറെ ഐസിന്റെ ഗോളകൾ അവിടെ വന്നു. എല്ലാ മൃഗങ്ങളും ഓരോ ഐസിന്റെ ഗോളകൾ എടുത്ത് നേരെ അവർക്കെതിരെ എറിയാൻ തുടങ്ങി. അവരാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഐസിന്റെ ഗോളകൾ ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. എല്ലാ മൃഗങ്ങളും ഇവരെ ഓടുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. മോട്ടുകുരങ്ങ, പിങ്കുക്കരടി, ഈ വിളക്കിലും ജിന്നിലും എന്ത് രഹസ്യമുള്ളത്? ഇത് കേട്ടപ്പോൾ മിങ്കു കരടി ഉണ്ടായ എല്ലാ കഥകളും എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഈ വിളക്കിന് വേണ്ടിയാണല്ലേ നമ്മളോട് ഇത്രയും യുദ്ധം ചെയ്തത്. നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് മിങ്കുക്കരടി. അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെന്നാണോ സിംഹമേ? അതേ മോട്ടുകുരങ്ങ, നീയും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. ഇത് കേട്ടതോടെ മോട്ടുകുരങ്ങനും ഒരുപാട് സന്തോഷായി. ഞാനിപ്പോൾ പോവുകയാണ് യജമാനനെ. അങ്ങയുടെ ആഗ്രഹം നിറവേറ്റിയില്ലേ? ആവശ്യമെങ്കിൽ എന്നെ വീണ്ടും ഓർത്താൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജനമാന്ത്രിക വിളക്കിലോട്ട് തിരിച്ചുപോയി. മിങ്കു കരടിയും മോണ്ടു കുരങ്ങനും അങ്ങോട്ടിങ്ങോട്ടും സന്തോഷം കൊണ്ട് കൈയടിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ള മൃഗങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു.